കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകരും മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മെഡി ട്രാക്കിൽ നമുക്ക് ഇന്ന് അതിഥിയായിട്ടുള്ളത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റും റോബോട്ടിക് സർജനുമായ ഡോക്ടർ കൗഷിക് സാറാണ്. സർ, വെൽക്കം. ഡോക്ടർ, നമ്മുടെ ഇപ്പം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഡേ ബൈ ഡേ പല അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റോബോട്ടിക് സർജറിക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള വളരെ നിർണായകമായ ഒരു ഘടകം എന്ന് റോബോട്ടിക് സർജറി കൈയടക്കിയിട്ടുണ്ട്. ഓക്കെ, ഗൈനക്കോളജിയിലും അതോടൊപ്പം തന്നെ റോബോട്ടിക് സർജറിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഓക്കെ, നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറിയെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പ്രേക്ഷകരുടെ അറിവിലേക്കായി നമുക്ക് ഈ റോബോട്ടിക് സർജറി നമ്മളത് ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൈനക്കോളജിയിൽ അതിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് ലൈറ്ററായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ റോബോട്ടിക് സർജറി? ഓക്കെ, ഇപ്പോൾ റോബോട്ടിക് സർജറി എന്ന് ഞാൻ ഇപ്പോൾ പേഷ്യൻസോട് പറയുന്നുണ്ട്. ബിക്കോസ് 6 months ബാക്ക് ഇറ്റ് വാസ് നോട്ട് ദയർ ഇൻ മിംസിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 6-8 മാസമായി റോബോട്ടിക് സർജറി നമ്മൾ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ റോബോട്ടിക് സർജറി അതുവരെ നമ്മൾ എനി ഓപ്പൺ സർജറി, ഇപ്പോൾ ഗൈനക്കോളജിക്കൽ എനി ഓപ്പൺ സർജറി ആയാലും നമ്മൾ മുമ്പ് ഓപ്പൺ സർജറി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വർഷമായി വി ഹാവ് കൺവേർട്ടഡ് ടു ലാപ്രോസ്കോപ്പി ഈസ് എ ബിഗ് അപ്ഗ്രേഡ്. ഇപ്പോൾ ഒരു 6 മാസം തൊട്ട് നമ്മൾ റോബോട്ടിക് സർജറിന്റെ ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഈ റോബോട്ടിക് സർജറി ഈസ് ഈവൻ മോർ പ്രിസൈസ്, മോർ ബെറ്റർ ദാൻ ലാപ്രോസ്കോപ്പി. ഈ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ റോബോട്ട് ചെയ്യുന്നതല്ല. ദാറ്റ് വൺ തിങ് വി ഷുഡ് നോ. ഇപ്പോൾ ടെർമിനേറ്റർ മൂവി പോലെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട്സ് വന്നിട്ട് ഫുള്ള് ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്നതല്ല. ഈവൻ നോട്ട് ലൈക്ക് ദിസ് ഓൾസോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാർസ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് കുറേ റോബോട്ടിക് ആംസ് തന്നെ മാനുഫാക്ചർ ചെയ്യും. അത് ഓട്ടോമേറ്റഡ് ആയിരിക്കും. അങ്ങനെ പോലെ അല്ല. ജസ്റ്റ് റോബോട്ടിക് ആംസ് ഉണ്ടാവും. ആ ആംസ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് സർജൻ. ഇറ്റ് ഈസ് എ സർജൻ ഹു ഈസ് ഡൂയിങ് ദ സർജറി യൂസിങ് റോബോട്ടിക് ആംസ്. ദാറ്റ് ഈസ് റോബോട്ടിക് സർജറി. അതായത് റോബോട്ട്സിന്റെ എൻറ്റയർ കൺട്രോൾ ബൈ സർജൻ. യെസ്. ഓക്കെ, അല്ലാതെ റോബോട്ട് ഹിംസെൽഫ് നേരത്തെ മൂവിയിൽ കാണുന്നത് പോലെ അങ്ങനെയല്ല. ഒരു പേഷ്യന്റിനെ ഓപ്പറേഷൻ ടേബിൾ അതവിടെ തിയേറ്ററിലുണ്ട്, അവിടെ റോബോട്ട് വന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആൻഡ് ഓൾസോ ദാറ്റ് റോബോട്ട് വോണ്ട് ലുക്ക് ലൈക്ക് എ റോബോട്ട്. കണ്ണു മൂക്കുബായി ഉള്ള റോബോട്ട് അല്ല അത്. ജസ്റ്റ് ഒരു മെഷീൻ. അതിന്റെ 4 to 5 ആംസ് ഉണ്ടാവും, 3 to 4 ആംസ് ഉണ്ടാവും, ഇങ്ങനെ വലിയ ആംസ്. ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മൾ സർജൻ വിൽ കൺട്രോൾ ദ ആംസ് ആൻഡ് വിൽ ഗെറ്റ് മോർ പ്രിസിഷൻ. So robotic surgery is done by the surgeon using robotic arms basically. Okay, see doctor, നമ്മൾ ഗൈനക്കിൽ റോബോട്ടിന്റെ പ്രാധാന്യത്തിലേക്ക് വരുന്നതാണ്. വാട്ട് ആർ ദ സെറ്റപ്പ്? നമ്മൾ എന്തൊക്കെ സെറ്റപ്പാണ് ഇതിൽ ചെയ്യുന്നത്? ബേസിക്കലി റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ there are basically 3 basic things, 3 parts ഉണ്ട് ഈ റോബോട്ടിക് സർജറിയുടെ. വൺ ഈസ് സർജൻസ് കൺസോൾ. സർജൻസ് കൺസോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമൽ സർജറി, ഒരു സർജറി എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ മൈൻഡിൽ വരുന്നത് എന്താ? സർജൻ വിൽ സ്റ്റാൻഡ് നിയർ ദ പേഷ്യന്റ് ഇങ്ങനെ ബെഡിൽ കടന്നിട്ടുണ്ടാവും. സർജൻ വിൽ സ്റ്റാൻഡ് നിയർ ദ പേഷ്യന്റ് ആൻഡ് കട്ട് ഓപ്പൺ ദ ബോഡി. ഓർ ലാപ്രോസ്കോപ്പി ആയാലും സെയിം, നിന്നിട്ട് സർജറി ചെയ്യും. ബട്ട് അങ്ങനെ അല്ല റോബോട്ടിക് സർജറി. അങ്ങനെ അല്ല റോബോട്ടിക് സർജറി. എന്താ? വൺ ഈസ് ദ സർജൻസ് കൺസോൾ എന്നുണ്ടാവും. ദാറ്റ് ഈസ് എ ചെയർ. ഇപ്പോൾ നമ്മൾ ദ ചെയർ വി ആർ സിറ്റിംഗ്, സിമിലർ ടു ദാറ്റ് ഒരു ചെയർ ഉണ്ടാവും. അതിന്റെ മുമ്പ് ഒരു വലിയ മെഷീൻ ഉണ്ടാവും. അവിടെ വി വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് ആൻഡ് നമ്മൾ കയ്യിൽ സർജറി ചെയ്യുന്നത്. വീഡിയോ ഗെയിം പോലെ തന്നെ നമ്മൾ കയ്യിൽ സർജറി ചെയ്യും. ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ദ സെറ്റപ്പ്. രണ്ടാമത്തെ പാർട്ട് ഈസ് പേഷ്യന്റ് കൺസോൾ എന്നുണ്ടാവും. പേഷ്യന്റ് കൺസോൾ ഇസ് ദ വൺ വിച്ച് ഈസ് നിയർ ദ പേഷ്യന്റ്. ആ പേഷ്യന്റ് കൺസോളിൽ എന്താ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ആസ് എനി സർജറി അനസ്തീഷ്യ കൊടുക്കും. പേഷ്യന്റ് വിൽ ബി സ്ലീപ്പിംഗ്. ആഫ്റ്റർ പേഷ്യന്റ് സ്ലീപ്സ്, ഈ അപ്പോൾ that is the time when we bring the robot docking എന്ന് പറയും. that is called something called docking. ഒരു we will decide based on the surgery 3 ആം വേണോ 4 ആം വേണോ, we will decide. and laparoscopy പോലെ തന്നെ we will make small holes. ഇപ്പോൾ ഓപ്പൺ സർജറി പോലെ വലിയ മുറിവൊന്നും വേണ്ട. ലാപ്രോസ്കോപ്പി പോലെ തന്നെ initially we will make 2 to 3 small holes, ചെറിയ 1 centimeter holes, and our robotic arms will bring near the patient. ഇതെല്ലാം അനസ്തീഷ്യയിൽ ചെയ്യുന്നത്, ആഫ്റ്റർ അനസ്തീഷ്യ. ഓക്കെ, ഇത് റോബോട്ടിക് ആംസ് അവിടെ ചെയ്തിട്ട് we will dock the arms. ഡോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ് ചെയ്ത് വെക്കും. അത് ഡോക്കിങ്ങിന്റെ കുറേ മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സ് മാത്രമല്ല, അത് അക്യുറേറ്റ് ആയിട്ട് ഡോക്ക് ആവണം. അതർവൈസ് ദ ഇൻസ്ട്രുമെന്റ് വോണ്ട് അക്സെപ്റ്റ് ഇറ്റ്. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ മെനി സ്റ്റെപ്പ് വൈസ് മൾട്ടിപ്പിൾ ലെവൽ. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് റോബോട്ടിക്. എന്താണെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെവൽ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അത് ക്രോസ് ചെയ്താലേ നമുക്ക് സർജറി ചെയ്യാൻ പറ്റൂ. ആൻഡ് ഇറ്റ് സേഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റൂ. ആ ഡോക്കിങ് കറക്റ്റ് ആയിട്ട് ചെയ്താൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ ലെവൽ ചെക്കിംഗ് ഇപ്പം പറഞ്ഞല്ലോ ഡോക്ടർ. ഈ മൾട്ടിപ്പിൾ ലെവൽ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അക്യുറസി നമ്മൾ
പിന്നെ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു സർജറി ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ അക്യുറസി കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ അതായത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റൂ? യെസ്, അക്യുറസി എന്ന് പറഞ്ഞാൽ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡോക്കിങ്ങിലെ മൾട്ടിപ്പിൾ ലെവൽ ചെക്കിംഗ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ഫോർ ദ to fix the robot itself. ഇപ്പോൾ robot we are going to fix into the abdomen of the patient. അതിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു വേറെ ആംഗിളിൽ ചെയ്ത പ്രോബ്ലം ഫോർ ദാറ്റ് to keep inside the abdomen only there are multiple levels of checking. Vision correct ആവണോ, angle correct ആവണോ, എല്ലാം ആയ ശേഷം it will say green signal, pinnu nammal surgery start so that according to the commands we are given or the robot itself will decide what are the accuracy? No, actually we have to nammal yes ennu parnale adu okay avu. We have to adjust the arms. ഈ ആംസ് ഇങ്ങനെ ഇപ്പോൾ ഒരു പൊസിഷൻ ഉണ്ടാവും, അതേ പൊസിഷനിൽ we have to adjust the arms. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് if we are okay with that അപ്പോഴേ നമുക്ക് മാക്സിമം റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് കിട്ടും. മെയിൻലി റോബോട്ടിക് സർജറിന്റെ why we are doing this because നമുക്ക് range of movements will be maximum, precision will be maximum. Because of that നമുക്ക് എങ്ങനെ വേണോ അങ്ങനെ സെറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്താലേ പിന്നെ we can start. See sir, ഈ range of movement ഡിസൈഡ് ചെയ്യുന്നത് റോബോട്ടിക് സർജൻ ആണോ അതല്ല where it is we are putting some commands there? See whether commands അല്ല, it is live action, it is commands ഒന്നും അല്ല. It is like robotic surgery commands ചെയ്തിട്ട് അത് സർജറി ചെയ്യുന്നതല്ല. ഇപ്പോ എന്താണ് പറഞ്ഞത്, that is what initially I told there is something called a surgeon's console. Second is patient cart. Patient cartile നമ്മൾ ആ 4 ആം അവിടെ വെക്കും. It is അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. It will be connected to the surgeon's console. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കൈ മൂവ് ചെയ്താൽ അവിടെ അങ്ങനെ മൂവ് ആവും. സെയിം, മനസ്സിലായില്ലേ? സെയിം മൂവ്മെന്റ്. ഇറ്റ് ഈസ് നോട്ട് കമാൻഡ് ചെയ്തിട്ട് മൂവ്മെന്റ് അല്ല, ഞാൻ വായിൽ പറഞ്ഞിട്ടോ എന്താ അങ്ങനെ മൂവ്മെന്റ്സ് അല്ല. ഇഫ് ഐ ഡു വൺ മൂവ്മെന്റ് ലൈക്ക് ദിസ് അവിടെ അതേ മൂവ്മെന്റ് ആവും. അതെ, ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് ഇസ് തേർഡ്. ഓക്കെ, വൺ മോർ പാർട്ട് ഇസ് ദർ ബിഫോർ ദിസ് ഐ വിൽ കം. മൂന്നാമത്തെ പാർട്ട് ഇസ് വിഷൻ കാർട്ട് എന്ന്. ഇപ്പോൾ സർജൻസ് കൺസോളിൽ ദർ വിൽ ബി എ 3D വിഷൻ വേർ സർജൻക്ക് മാത്രം കാണാൻ പറ്റും. Surgeon's console you may find pictures of that where a surgeon is sitting in front of a big box. ഇങ്ങനെ ഉള്ള കണ്ണ് വെച്ചിട്ട് സർജറി ചെയ്യണം. ആ what he is doing വേറെ ആർക്ക് കാണാൻ പറ്റില്ല. There is something called a vision cart. അവിടെ nurse will be, there will be assistant staff nurse who will be near the patient. They can see in the vision cart അവിടെ എല്ലാ carbon dioxide ആവട്ടെ ബാക്കി connections എല്ലാം vision cartൽ ഉണ്ടാവും. And വലിയ സ്ക്രീനിൽ they can also see what the surgeon is operating. Okay, അങ്ങനെ. So 3 parts ഉണ്ടാവും. Okay sir. See, what are the main difference between robotic surgery and laparoscopy? See, sir already explained that robotic surgery advantages. See, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇപ്പം വിഷനും അല്ലെങ്കിൽ അക്യുറസി ഇതൊക്കെയാണ് better than laparoscopy. Any other advantages? ഇപ്പോൾ that is what. ഇപ്പോൾ for example any surgery I usually give them an option of laparoscopy and robotic now. നമുക്ക് laparoscopy കൂടി ചെയ്യാൻ പറ്റും, robotic കൂടി ചെയ്യാൻ പറ്റും. It is like if you have a car which has a set number of 10 features. But if you have a car or any machine or a mobile with more advancements, you can use it in a better way. So അങ്ങനെ that will manifest to the surgery. ഇപ്പോൾ if I am doing a laparoscopy surgery, I can do it much better using robotic surgery because അതെ. One thing is especially outside, especially നമുക്ക് പേഷ്യൻറ്റ് അത്ര ഒന്നും ഡിഫറൻസ് മനസ്സിലാവില്ല. ബിക്കോസ് ആഫ്റ്റർ സർജറി വെൻ ദ പേഷ്യൻറ്റ് കംസ് ടു ദ പോസ്റ്റ് ഓപ്പ് റൂം പോയാൽ കീ ഹോൾ പോലെ തന്നെ ഉണ്ടാവും, ലാപ്രോസ്കോപ്പി പോലെ തന്നെ സെയിം പ്ലേസിൽ ഓർ മേ ബി കുറച്ച് ഡിഫറെൻറ്റ് പ്ലേസിൽ സ്മോൾ ഹോൾസേ ഉണ്ടാവും. നമുക്ക് കണ്ട അത് ലാപ്രോസ്കോപ്പിയോ റോബോട്ടിക്കാന്ന് പറയാൻ പറ്റില്ല. ബട്ട് മെയിൻലി ഇറ്റ് ഈസ് ഫോർ ദ ഇൻട്രാ ഓപ്പ്. ഫോർ എക്സാമ്പിൾ റോബോട്ടിക്കിൽ വി ഹാവ് എൻഡോറിസ്റ്റ് എന്ന് ടെക്നോളജി ഉണ്ട്. എൻഡോറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ കോൽ പോലെ, യു നോ ദാറ്റ്, കോൽ പോലെ നമ്മൾ ഇറ്റ് ഇസ് എ റിജിഡ് ഫിക്സ്ഡ് ഹാൻഡ്. ഇങ്ങനെ കട്ട് ചെയ്യൂ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കട്ട് ചെയ്യും. ബട്ട് റോബോട്ടിക് ആംസ് ആർ എൻഡോറിസ്റ്റ് എന്ന് മൂവ്മെന്റ് ഉണ്ട്. സോ നമ്മൾ ഇറ്റ് ഈസ് ലൈക്ക് our hands are very accurate. നമുക്ക് എന്ത് താഴെ പോയിട്ട് എങ്ങനെ പോയാലും ചെയ്യാൻ പറ്റും. So robotic arms are endorist. 360 degree movements. That 360 degree movements it has. Endorist pole anywhere the arms can move. The tip, especially the tip, micro precision le that endorist can move. That will manifest as a more safer surgery. Everything will be more safer because ഇപ്പോൾ ഒരു ടിഷ്യൂ കുറച്ച് നമുക്ക് ഡാമേജ് ആയിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭാഗം മാത്രം ഫ്രം എ ഡിഫറെന്റ് ആംഗിൾ വി ക്യാൻ ഗോ, വി ക്യാൻ ഡു കട്ട് ദാറ്റ് പാർട്ട് ഓൺലി. പിൻ പോയിന്റ് ആയിട്ട് ആ ടിഷ്യൂ മാത്രം എടുക്കാൻ പറ്റും, മോർ അക്യുറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. All those things that is the main major advantages of robotic. Also ഇപ്പോൾ വിഷൻ, ഇപ്പോൾ റോബോട്ടിക് സർജറി ഉണ്ട് നമ്മൾ ഇപ്പോൾ ഈവൻ ദ വിഷൻ ഇൻ ദാറ്റ് ഇപ്പോൾ അബ്ഡമനിൽ ക്യാമറ ആയിട്ട് നോക്കുന്നതല്ല. ഇപ്പോൾ ലാപ്രോസ്കോപ്പിലെ കൂടി ക്യാമറ, ദർ വിൽ ബി എ ക്യാമറ വിച്ച് ആഫ്റ്റർ സീയിങ് ദാറ്റ് വി ഓപ്പറേറ്റ്. ഈ റോബോട്ടിക് സർജറിയിൽ ഇറ്റ്സ് എ 3D വിഷൻ, 360 ഡിഗ്രി വിഷൻ, ഫുൾ ഡെപ്ത് പെർസെപ്ഷൻ ഉണ്ടാവും.
ഫുൾ ഈ അബ്ഡോമെന് ഇപ്പോൾ 3D വിഷൻ വിത്ത് ഡെപ്ത് പെർസെപ്ഷൻ പോലെ നമുക്ക് കാണും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് എനി ഇമേജ് ബാക്ക് ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റ് ക്യൂബ് പോലെ കാണും, സ്ക്വയർ പോലെ കാണില്ല. മനസ്സിലായല്ലേ? ഇഫ് യു ഡു എ സർജറി യു ലുക്കിംഗ് ലൈക്ക് എ സ്ക്വയർ ആൻഡ് എ ക്യൂബ് യു ക്യാൻ മേക്ക് ഔട്ട് ദ ഡിഫറൻസ്. മനസ്സിലായല്ലേ? ദാറ്റ് ഈസ് വൺ 360 ഡിഗ്രി സ്റ്റിരിയോസ്കോപ്പിക് വിഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജസ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമുക്കിപ്പം റോബോട്ടിക് സർജറി ചെയ്താലും ലാപ്രോസ്കോപ്പി കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ ലെസ് പീരീഡ് ആ ഡിഫറൻസ് ഓബ്വിയസ്ലി ഉണ്ടാവും. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു വൈ ഓൾ ദീസ് മൈക്രോ പ്രിസിഷൻ മൂവ്മെന്റ്സ് വളരെ കുറവ്. സോ വൺ മോർ തിങ്, ഇപ്പോൾ ലാപ്പ് ചെയ്യുമ്പോൾ വാട്ട് വി ഡു, നമ്മളായിട്ട് ലാപ്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ്സ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ദോ ദ ഹോൾ ഈസ് വെരി സ്മോൾ, മെയിൻ പോസ്റ്റ് ഓഫ് സർജറിയിലെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഓഫ് പെയിൻ ഇസ് ഈ സ്കിന്നിന്റെ ഇപ്പോൾ സിസറിൻ പോലെ ചെയ്ത വലിയ ഇൻസിഷൻ, ആ അബ്ഡോമെൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് അല്ലേ, ആ ഭാഗം നല്ല പെയിൻ ഉണ്ടാവും. ഉള്ളിലെ ഫർഗെറ്റ് ദ ഇൻസൈഡ് പെയിൻ, ആ ഭാഗം ഹീൽ ആകുമ്പോൾ നല്ല. ലാപ്രോസ്കോപ്പി ദാറ്റ് ഹാസ് റെഡ്യൂസ്ഡ് ദാറ്റ്. ലാപ്രോസ്കോപ്പിയിലെ ദ ഹോൾസ് ആർ വെരി സ്മോൾ, സോ ആ സ്കിന്നിന്റെ മസിലിന്റെ പെയിൻ എല്ലാം കുറഞ്ഞു. ബട്ട് അഗെയിൻ ലാപ്രോസ്കോപ്പിൽ നമ്മളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അറ്റ്ലീസ്റ്റ് ഹാർഡ് മൂവ്മെന്റ്സ് ഉണ്ടാവും. ഈ റോബോട്ടിക് സർജറിയിൽ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഡോക്ക് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ്. സോ ഈവൻ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ we can do little movements and ആ little movements manifest out. It won't be like harsh movements. It will be a finer movements. Whenever something is more finer, the pain naturally will be lesser, the bleeding will naturally be lesser. That will manifest as hospital stay kodi less avu. So they can go faster, recovery vega avu, hospital stay korne hospital vasa. Like even laparoscopy la thane next day only we will discharge. Robotic sometimes you can discharge the same day also, but what problem is same day nammal usually discharge cheyilla because patient anxious aayittundavu. We have to observe the patient. Pain illa, even though if she doesn't have pain, when we do a major surgery we have to discharge the next day because over 24 hours observe ചെയ്തിട്ട് discharge ചെയ്യേണ്ടി. ഓക്കെ ഡോക്ടർ, സി നമുക്ക് റോബോട്ടിക് സർജറി ഞാൻ സാറിൻ്റെ ഇപ്പം നേരത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഗൈനിക്കലി റോബോട്ടിക് സർജറിൻ്റെ പ്രാധാന്യം എന്താണ്? യെസ്, ഗൈനക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യുന്ന എല്ലാ ഗൈനക് സർജറീസ്, ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യുന്ന എല്ലാ സർജറീസ് വി ക്യാൻ ഡു റോബോട്ടിക് ഓൾസോ. ഇപ്പോൾ ഒരു സർജൻ ഒരു ഹിസ്റ്ററെക്ടമി ഓപ്പൺ ആയിട്ട് ചെയ്യാം. എനി സർജറീസ് ക്യാൻ ബി ഡൺ ഐദർ ഓപ്പൺ ലാപ്പ് ഓൾസോ, സെയിം സർജറീസ് ക്യാൻ ബി ഡൺ റോബോട്ടിക്. ഇൻ അഡീഷൻ റോബോട്ടിക് സർജറി മോർ അക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്ന സർജറീസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈബ്രോയിഡ് ഓപ്പൺ ആയിട്ട് എടുക്കുക, ലാപ്രോസ്കോപ്പിൽ എടുക്കുക, സെയിം തിങ് ക്യാൻ ബി ഡൺ റോബോട്ടിക് ഓൾസോ. ഹിസ്റ്ററെക്ടമി ഓപ്പൺ ചെയ്യുക, ലാപ്രോസ്കോപ്പി ചെയ്യുക, സെയിം തിങ് ക്യാൻ ബി ഡൺ robotic also gynecology. But other than that, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈബ്രോയിഡ് ഈസ് വെരി ബിഗ്, വളരെ വലിയ ഫൈബ്രോയിഡ്. സോ ലാപ്രോസ്കോപ്പിൽ നമുക്ക് ആ ഫൈബ്രോയിഡ് എഡ്ജ് വരെ പോകാൻ പറ്റില്ല. ഓപ്പൺ സർജറി ആകുമ്പോൾ അത് ചെയ്യാൻ പോയാൽ ദ ഓപ്പണിംഗ് വിൽ ബി ടു ബിഗ്. അതെല്ലാം ആകുമ്പോൾ റോബോട്ടിക് സർജറിയിൽ കുറച്ച് നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. ബിക്കോസ് അപ്പോൾ ബ്ലീഡിംഗ് വിൽ ബി മോർ ലെസ്, വളരെ ലെസ് ആവും. One doubt, sir. See, if it is this one, what it is big, that means any fibroid is very big, that means the size is more. Such a situation we can apply robotic surgery. See, that is what the problem usually how big is this fibroid and open surgery or laparoscopy, and it is always surgeon dependent. If the surgeon is confident of doing, ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ. If a surgeon is confident of doing, it depends on surgeon to surgeon. Some surgeon ഒരു വലിയ ഫൈബ്രോയിഡ് ലാപ്രോസ്കോപ്പി പ്രിഫർ ചെയ്യും, some surgeons open prefer ചെയ്യും. Same way, if you can do it much better, അങ്ങനെ എല്ലാ ഈക്വൽ ആയ the surgeon can do much better through robotic only. But if it is too huge, for example last week ഞാൻ ഒരു too huge means ഒരു 9 months pregnant പോലത്തെ ഒരു ഫൈബ്രോയിഡ് ആയിരുന്നു. അത്ര വലിയ ഫൈബ്രോയിഡ് ആകുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റ്സേ ഇൻസെർട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇൻസ്ട്രുമെന്റ്സേ ഇൻസെർട്ട് ചെയ്യാൻ പറ്റാതെ ആവുമ്പോൾ then it is not worth it. അപ്പോൾ ഇത് ചെയ്യണം, അപ്പോൾ ഓപ്പണേ ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ലാപ്രോസ്കോപ്പി അല്ല, I had to do open. I told them even laparoscopy I can try, but the time may be more because അത്ര വലിയ ഫൈബ്രോയിഡ്സ്. because even laparoscopy ആവട്ടെ റോബോട്ടിക് ആവട്ടെ, once we remove the hysterectomy ചെയ്ത ശേഷം the fibroid and the uterus is removed from down, ഡെലിവറി പോലെ നമ്മൾ പുല്ല് ചെയ്തിട്ട് എടുക്കും. So when it is a 9 months pregnancy പോലെ ഉള്ള വലിയ ഫൈബ്രോയിഡ്, ഇമാജിൻ ആ ചെറിയ ഇതിൽ എങ്ങനെ എടുക്കാം, പുറത്തെടുക്കാനേ ഒരു 3-4 hours 1 hour എടുക്കും. So that is not worth it. ആ ടൈമിൽ സ്ലൈസ് കട്ട് ചെയ്തിട്ട് എടുക്കും. There is one more method called morcellation. Morcellation പറഞ്ഞാൽ ഈ റോബോട്ടിക്കിന്റെ ആംസിലെ തന്നെ, ലാപ്രോസ്കോപ്പി ആംസിലെ തന്നെ
ഡ്രിൽ ചെയ്തിട്ട് എടുക്കും. ബട്ട് ദാറ്റ് ഈസ് യൂഷ്വലി ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് വെക്കും. മയമക്ടമി ആകുമ്പോൾ അങ്ങനെ ചെയ്യും. ഫൈബ്രോയിഡ് എടുക്കുമ്പോൾ നമ്മൾ മോർസുലേറ്റ് ചെയ്തിട്ട് എടുക്കും. ബട്ട് ഹിസ്റ്റക്ടമി ആകുമ്പോൾ യൂഷ്വലി ബിക്കോസ് ഹിസ്റ്റക്ടമിയിൽ ഒരു ചെറിയ ഓട്ട ഉണ്ടാവും താഴെ, അവിടെ നിന്ന് യൂഷ്വലി യൂട്രസ് എടുക്കും. Then other than that, I am telling mainly robotic surgery advantages ഏത് സർജറിയിലെന്ന് പറഞ്ഞാൽ when it is a repeat surgery. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രാവശ്യം ഫൈബ്രോയിഡ് എടുത്തിട്ടുണ്ട്, 2 പ്രാവശ്യം മയമക്ടമി ആയിട്ടുണ്ട്. സം പീപ്പിൾ കുറെ അടുക്കടുക്ക് ഫൈബ്രോയിഡ്സ് വരും. അങ്ങനെ റിപ്പീറ്റഡ് സർജറി ആകുമ്പോൾ ദർ ഈസ് എ ടെൻഡൻസി ഫോർ എദഷൻസ്. എദഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വൺ ലേഡി ഹാസ് ഓൾറെഡി പ്രീവിയസ് ഫൈബ്രോയിഡ് സർജറി ആവണമെന്നില്ല. ഒരു ലേഡി ഹാസ് അണ്ടർഗോൺ 3 സിസേറിയൻ. ഓരോരോ സിസേറിയൻ ആകുമ്പോൾ ഇൻസൈഡ് ഓർഗൻസ് എല്ലാം സ്റ്റക്ക് ആയിട്ടുണ്ടാവും, ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. കുടൽമാല, ബ്ലാഡർ, ബവൽ, ബ്ലാഡർ എല്ലാം സ്റ്റക്ക് ആയിട്ടുണ്ടാവും. ഇങ്ങനെ റോബോട്ടിക് സർജറി ബിക്കോസ് ഇറ്റ് ഈസ് മോർ പ്രിസൈസ്, നമുക്ക് സൂം ചെയ്തിട്ട് ആ ഭാഗം മാത്രം കറക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ്. വെൻ ഇറ്റ് ഈസ് എ റിപ്പീറ്റ് സർജറി ബിക്കോസ് ഇറ്റ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ്, റോബോട്ടിക് സർജറി മോർ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും വിതൗട്ട് ഡാമേജിങ്. സെക്കൻഡ്. തേർഡ് ഈസ് ഫോർ ക്യാൻസർ എസ്പെഷ്യലി ബിക്കോസ് ഐ ടോൾഡ് robotic arms can go in between everything. ഈ ക്യാൻസർ സർജറീസ് ചെയ്യുമ്പോൾ ഗൈനക്കോളജിയിലെ what we have to do is lymph nodes എന്ന് പറഞ്ഞ സാധനമെല്ലാം എടുക്കും. ജസ്റ്റ് ഹിസ്റ്റക്ടമി മാത്രമേ ചെയ്യില്ല. വിൽ ഹാവ് ടു ടിഷ്യൂ ഡിസെക്ട് ചെയ്തിട്ട് ലിംഫ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നിയർ ടിഷ്യൂസ് എല്ലാം എടുക്കും. സോ ലിംഫ് നോട്ട്സ് വിൽ ബി stuck in between the vessels, blood vessels, major blood vessels, artery veins അവിടെയെല്ലാം സ്റ്റക്ക് ആയിട്ടുണ്ടാവും. സോ റോബോട്ടിക് സർജറിയിൽ ഇങ്ങനെ അത് കറക്റ്റ് ആയിട്ട് ഡിസെക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ മെയിൻലി ക്യാൻസർ സർജറീസ് ആകുമ്പോൾ robotic is the best, even better than laparoscopy. Because everything we can more accurate and more as usual same points. Then other next mesh repair chala surgeries mesh use cheyu. Robotic surgery, see basically robotic surgery is not just done for gynecology, surgeons also do urogynecology cheyu. Because we are talking about gynecology, I'm telling there are some vault prolapse ennu parayum. The vault ipo ഹിസ്റ്റക്ടമി ശേഷം ചിലപ്പോൾ ഇങ്ങനെ സ്വെല്ലിങ് വരും പുറത്ത്. അത് വാൾട്ട് മെഷ് റിപ്പയർ ചെയ്യുമ്പോൾ അത് റോബോട്ടിക് സർജറിയിൽ മെഷ് ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. വൺ മോർ തിങ് ഇസ് ഇപ്പോൾ യൂറോഗൈനക്കോളജി, ഇപ്പോൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, കുറേ അതർ സർജറീസ്, അങ്ങനത്തെ വെരിയ കോംപ്ലിക്കേറ്റഡ് സർജറീസ് എല്ലാം റോബോട്ടിക് സർജറി ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ അക്യുറേറ്റ് ആൻഡ് മോർ പ്രിസൈസ്. റോബോട്ടിക് സർജറി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഏതൊക്കെയായിരിക്കും? പറ്റാത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദർ ആർ സില്ലി ക്വസ്റ്റ്യൻസ് ഓൾസോ ആസ്ക്ഡ്. ഇപ്പോൾ ലാപ്രോസ്കോപ്പി, സിസേറിയൻ ലാപ്രോസ്കോപ്പിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. യു വിൽ ലാഫ് സംടൈംസ്. അങ്ങനെ അത് സോ റോബോട്ട് അതെ as I said, നമുക്ക് sometimes what we see is many times sometimes we will give the patient option. As I said last weekend ഒരു വലിയ ഫൈബ്രോയിഡ് ഓപ്പൺ ആയിട്ട് എടുത്തു. Because open surgery ആകുമ്പോൾ 20 minutes that surgery got over. If we feel pros and cons എല്ലാം നോക്കും നമ്മൾ. If a surgeon is capable of doing open laparoscopy robotic ആകുമ്പോൾ he will give you options. മനസ്സിലായില്ല? ഓപ്ഷൻസ് എന്ന് മാത്രമല്ല, if suppose I feel ഈ സർജറി ഓപ്പൺ ചെയ്ത വേഗം തീരും, ബ്ലഡ് ലോസ് കുറവ് ആക്ച്വലി ലാപ്രോസ്കോപ്പിൽ തന്നെ ലെസ്. ബട്ട് ബിക്കോസ് ഓഫ് ദ സ്പേസ് കൺസ്ട്രെയിൻസ് നമ്മൾ റോബോട്ടിക് ആവട്ടെ ലാപ്രോസ്കോപ്പിക് സർജറി ആവട്ടെ വാട്ട് വി ഡു ഇസ് വി ഇൻസഫ്ലേറ്റ് ഗ്യാസ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇട്ടിട്ട് അബ്ഡോമൻ ഇങ്ങനെ വലുതാവും. ആ ഗ്യാപ്പിൽ നമ്മൾ സർജറി ചെയ്യും. സപ്പോസ് ആ ഫൈബ്രോയിഡ് ഇസ് കവറിങ് ആ ഗ്യാപ്പ് തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് പോവില്ല. അങ്ങനത്തെ ടൈപ്പിൽ ഓപ്പൺ സർജറി ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ഓപ്പൺ എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ എനി സർജറി എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഇല്ല. ഓക്കെ, കോംപ്ലിക്കേഷൻ ഇൻട്രോപ്പ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞല്ലേ, ഇൻട്രോപ്പ് നമുക്ക് ചിലപ്പോൾ എമർജൻസി വരും. ഇപ്പോൾ ഈവൻ ലാപ്രോസ്കോപ്പി ആവട്ടെ റോബോട്ടിക് സർജറി ആവട്ടെ വെൻ ഇറ്റ് ഇസ് ഹൈ റിസ്ക് സർജറി നമ്മൾ ഒരു ഓപ്പൺ കൺസെന്റ് എടുത്തിട്ട് ചെയ്യും. ഓക്കെ, ഓപ്പൺ കൺസെന്റ് എടുത്തിട്ട് സപ്പോസ് സർജറി ചെയ്യുമ്പോൾ BP ലോ ആവാൻ തുടങ്ങി, ബ്ലഡ് ലോസ് കൂടുതലാവാൻ തുടങ്ങി, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓപ്പൺ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ബട്ട് ദ ചാൻസസ് ആർ വെരി ലെസ്. അവിടെ നിന്ന് ഇമീഡിയറ്റ്ലി ഓപ്പൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും, അപ്പോൾ ചെയ്യും. ബട്ട് ദ ചാൻസസ് ആർ വെരി ലെസ്, മേ ബി 1 in 500 കേസസ്. ബിക്കോസ് അപ്പോൾ എന്താ ഓപ്പൺ ചെയ്തിട്ട് ഇമീഡിയറ്റ്ലി അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഓർ വി ക്യാൻ കോൾ ഹെൽപ്പ്. ബിക്കോസ് ഈ ലാപ്രോസ്കോപ്പി ആവട്ടെ റോബോട്ടിക് ആവട്ടെ എല്ലാവരും എക്സ്പെർട്ട് ആവണമെന്നില്ല. അത് ചെയ്യുമ്പോൾ 1 person only can have to do, 1 single person will have to do റോബോട്ടിക് ആവട്ടെ. ഇത് മൾട്ടിപ്പിൾ പീപ്പിൾ ക്യാൻ കം ടുഗദർ ഹെൽപ്പ്, നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ആ ടൈമിൽ ചിലപ്പോൾ ഓപ്പൺ. എല്ലാ സർജറീസ് റോബോട്ടിക് ചെയ്യാം. എനി സർജറീസ് ഇറ്റ് ക്യാൻ ബി ഡൺ ടു ഓപ്പൺ സർജറി, അത് ലാപ്പ് ചെയ്യാം. ഇപ്പോൾ ലാപ്പ് പീപ്പിൾ ആർ വെരി അവെയർ ഓഫ് ലാപ്രോസ്കോപ്പി. എല്ലാ സ്ഥലത്തിലും ലാപ്രോസ്കോപ്പി ഉണ്ട്, ഇവിടെ മാത്രമല്ല. സോ ഏത് ലാപ്രോസ്കോപ്പി ഏത് സർജറി അല്ല ലാപ്രോസ്കോപ്പി ത്രൂ ചെയ്യാൻ പറ്റും. എല്ലാ സർജറീസ് റോബോട്ടിക്കിൽ ചെയ്യാം. Okay, see, I mean, any surgeon can also do this one. Any surgeon, any particular any special training for robotic? Yeah, obviously you need training for everything. Laparoscopic also we need training, for robotic also training. The training is not the same. What I can say is, if you are a good laparoscopic surgeon, already you are doing laparoscopy, you are kore varshaayittu laparoscopy cheyyunnunnu parna, maybe robotic surgery pattana you will learn. Because the basic concept is same.
But it need not be like that. Korea doctors, open surgery ചെയ്യുന്ന doctors direct robotic surgery start ചെയ്തിട്ടുണ്ട്. Because robotic train പോയിട്ട് laparoscopy അവർക്കൊന്നും അറിയില്ല. But direct they are doing robotic surgery. But I am not like that. Initially PG പഠിക്കുമ്പോൾ initially open surgery we used to do. അപ്പോൾ കുറച്ച് laparoscopy exposure ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 years തൊട്ട് laparoscopy. But here they gave us training. ഒരു 20 days. Initially robotic surgery training simulatorലെ ഉണ്ടാവും. There is something called a simulator. Simulator എന്ന് പറഞ്ഞാൽ ഈ സർജൻസ് കൺസോൾ എന്ന് പറഞ്ഞില്ല, ഒരു ബോക്സ്. ആ ബോക്സിന്റെ ഉള്ളിൽ തന്നെ there are many ഇത് വർക്ക് സ്റ്റേഷൻസ് ഉണ്ടാവും. സോ ഉള്ളിൽ നമ്മൾ സൂച്ചർ ചെയ്യുന്ന പോലെ ഈ വീഡിയോ ഗെയിം പോലെ തന്നെ 15 മിനിറ്റ്സിന്റെ സിമുലേഷൻസ് ഉണ്ടാവും. സോ അതിന്റെ ധാരാളം ബേസിക് ക്രൈറ്റീരിയ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ദേ വിൽ റോബോട്ടിക്കിന്റെ ആൾ തന്നെ വരും. ഈ ഡാവിൻസി റോബോട്ട്, കുറെ റോബോട്ട് സിസ്റ്റംസ് ഉണ്ട്. ഡാവിൻസി എന്നുണ്ട്, SSI മന്ത്ര എന്നുണ്ട്. ഇൻ മിംസ് വി ഹാവ് ഡാവിൻസി റോബോട്ടിക് സിസ്റ്റം. ഓക്കെ, ഡാവിൻസിന്റെ കമ്പനി പീപ്പിൾ വിൽ കം, ദേ വിൽ ഇൻട്രൊഡ്യൂസ് us to all the instruments because it's a new thing. ഈ എല്ലാ ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെ ഫോർ us for the sisters എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും. That will be 2 to 3 days. Then they will give us 25 hours of training ചെയ്യണം. Patients അല്ല. Similar, it will be like a patient only, but ഈ surgeons console ഇട്ടിട്ട് there will be 15 minutes exercises. ആ എക്സസൈസസ് നമ്മൾ സൂച്ചർ ഇനിഷ്യലി പഠിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവും, അത് സ്കോർ ചെയ്യും. That will give automatic score. Your score is 60%, 80%, 90%. You will also be confident. If initial 2 days my scores were 65-70. Then is consistently 95% cross ആവാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് 25 hours cross ആകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. That is just ഇത്. Then again we have to അവർ ഓൺലൈനിൽ പോയിട്ട് ഒരു ഇതുണ്ട്, ക്വസ്റ്റനെയർ ഉണ്ട്. അത് ആൻസർ ചെയ്ത രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് കിട്ടും. That is your basic. You can start doing robotic surgery under ഗൈഡൻസ്. ഇപ്പോൾ അണ്ടർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ട്രെയിൻഡ് ആളുണ്ടാവും, അവർ അണ്ടർ നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആസ്റ്റർ മെഡ്സിറ്റിയിൽ വി ഹാവ് എ റോബോട്ടിക് സർജൻ ഹു ഇസ് ട്രെയിൻഡ്. ദേ വിൽ കം ആൻഡ് ഹെൽപ്പ് us or any problem എന്ന് പറഞ്ഞാൽ they will help us. Once you do 25 surgeries, ഇപ്പോൾ 25 റോബോട്ടിക് സർജറീസ് ചെയ്താൽ you will be certified robotic surgeon. Then you can train others. ഓക്കെ, മെഡി ട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ച കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഗൈനക് ഡോക്ടർ കൗശിക്കിന് കാസർഗോഡ് വിഷന് നന്ദി അറിയിക്കുന്നു. അപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു.